മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി കുരിശില് ബലിയായി തീർന്ന് സ്വന്തം ജീവൻ ഈ ഭൂമിയിലുള്ള മനുഷ്യ മക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ച യേശുക്രിസ്തുവിനെയാണ് ഞങ്ങളുടെ പ്രസംഗിക്കുന്നത്. കടലിന് മീതെ നടന്നവൻ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയവൻ, അന്ധനെ കാഴ്ച കൊടുത്തവൻ, മരിച്ചവനെ ഉയർപ്പിച്ചവൻ, മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലിയായി നൽകിയവൻ. ഇതാണ് യേശുവിൻ്റെ പ്രത്യേകത. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായ യേശുക്രിസ്തുവിനെയാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് പ്രഘോഷിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ ഇപ്പോൾ ഈ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം വളരെ സങ്കീർണവും പ്രശ്നകലുഷിതമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും മനുഷ്യർക്ക് അസ്വസ്ഥതകളാണ്. കുടുംബ ജീവിതത്തിലെ അസ്വസ്ഥതകളാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ദിവസവും പത്രങ്ങൾ വായിക്കുന്നവരും ചാനലുകൾ കാണുന്നവരും മൊബൈലിലെ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം വീക്ഷിക്കുകയും കാണുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. നമുക്കറിയാം, ഈ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. കുടുംബ ജീവിതത്തിലാണെങ്കിൽ പ്രശ്നങ്ങൾ. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസവും തൊടുപുഴയിലെ ഒരു ജീവിത പങ്കാളി, അവർ തമ്മിലുള്ള അസ്വാരസ്യത്തിന്റെ ഫലമായിട്ട് ജീവിത പങ്കാളി ഭാര്യനെ കഴുത്ത് ഞെരിച്ചു കൊന്നൊരു വാർത്ത ഈ കേരളത്തിലെ നമ്മളെ സങ്കടപ്പെടുത്തിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. രാഷ്ട്രങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഇപ്പോൾ സംഘർഷമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള നിരന്തരമായ സംഘർഷം 2 വർഷവും 4 വർഷവും എല്ലാം പിന്നിട്ടു. ഒരു വശത്ത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധമാണ്. വേറെ സൈഡിലെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമാണ്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഈ യുദ്ധങ്ങളുടെ ഫലമായിട്ട് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളും കുഞ്ഞുമക്കളും അടക്കം കൊല്ലപ്പെടുന്ന ദുഃഖകരമായ സംഭവങ്ങളാണ് നമ്മൾ നിത്യവും വായിക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ജീവിതം ഇത്രമാത്രം സംഘർഷം നിറഞ്ഞതായി മാറിയത്? എവിടെ നോക്കിയാലും അസ്വസ്ഥതകളാണ്. സാമ്പത്തികപരമായ കടബാധ്യതകളുമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുടുംബങ്ങൾ, ജോലി കിട്ടാതെ നിരാശരായി നിൽക്കുന്ന 10,000-കണക്കിന് വിദ്യാഭ്യാസ സമ്പന്നരായ യുവജനങ്ങൾ, അതുപോലെ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധ ജീവിതത്തിൽ നിന്നും ഒരുപാട് മാറി അവിശുദ്ധയിൽ ജീവിക്കുന്ന, അസാൻമാർഗികതയിൽ ജീവിക്കുന്ന ഒരു സമൂഹമായി മാറി നമ്മുടെ ഈ ഒരു സമൂഹം. എന്തുകൊണ്ടാണ് ഇതുമാത്രം സംഘർഷഭരിതമായ ഒരു ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം ഇത്രയും സംഘർഷം നിറഞ്ഞതായി മാറിയത്? നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കും, ക്ഷമയില്ലാത്ത മനുഷ്യരുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആർക്കും ആരോടും ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. മനസ്സിൽ വെറുപ്പ് നിറഞ്ഞ ഒരു മനുഷ്യരുള്ള ഒരു കാലഘട്ടമാണിത്. രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാർക്ക് മറ്റു രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാരെയും ആ നാട്ടിലെ ജനതയും സ്നേഹിക്കാൻ പറ്റുന്നില്ല. വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളവർ തമ്മിൽ തന്നെ നിരന്തരമായ സംഘടനകളും സംഘർഷങ്ങളുമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലോകമായി മാറിയത്? ദൈവം മനുഷ്യരെ സൃഷ്ടിച്ച് വളരെ സമാധാനത്തോടുകൂടി മക്കൾ ജീവിക്കുന്നത് കാണണമെന്നുള്ള ആഗ്രഹത്തില് ഈ ഭൂമിയൊക്കെ സൃഷ്ടിച്ച്
മനുഷ്യനെയൊക്കെ സൃഷ്ടിച്ച ദൈവം ഇപ്പോൾ കാണുന്നത് അത്യധികം നിരാശയും സംഘർഷങ്ങളും കൊലപാതകങ്ങളും അക്രമങ്ങളും യുദ്ധങ്ങളും നടക്കുന്ന ഒരു ഭൂമിയാണ്. നമുക്കറിയാം, ഒരു നാട് സമ്പന്നമാകുന്നത് വികസനോന്മുഖമായ ഒരു രാജ്യമായി മാറുന്നത് 10, 40, 60, 80, 100 വർഷങ്ങൾ കൊണ്ടാണ്. 3, 4, 5 തലമുറകൾ കൊണ്ടാണ് ഓരോ ദേശം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. അങ്ങനെയുള്ള സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു നാട്, ഒരു രാജ്യമാണ് യുദ്ധത്തിൻ്റെ ഫലമായിട്ട് നശിച്ച് പോകുന്നത്. നമുക്കറിയാം, ഇപ്പം യുക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് റഷ്യ പട്ടാളത്തെ അയച്ച് യുദ്ധം തുടങ്ങിയിട്ട് 4 വർഷമായി. 10,000-കണക്കിന് പട്ടാളക്കാരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവിടെ കൊല്ലപ്പെട്ടത്. മനുഷ്യൻ 10, 60, 80 വർഷക്കാലം കൊണ്ട് കെട്ടിയുയർത്തിയ അവൻ്റെ പാർപ്പിട സമുച്ചയങ്ങൾ, പാലങ്ങൾ, റോഡുകൾ, കൃഷി സ്ഥലങ്ങൾ, അതിരാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാം യുക്രൈനിലെ ബോംബ് വീണും ഡ്രോൺ വീണും മിസൈൽ വീണും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം, എത്ര 10,000-കണക്കിന് മനുഷ്യരാണ് അവിടെ കൊല്ലപ്പെട്ടത്. നമുക്കറിയാം, ഗസയിലൊക്കെ എത്രമാത്രം കെട്ടിടങ്ങളാണ്, എത്രമാത്രം ആശുപത്രികളാണ്, എത്രമാത്രം കോളേജുകളാണ്. മനുഷ്യൻ 10, 60 കൊല്ലങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ അവൻ്റെ മണിമന്ദിരങ്ങൾ മുഴുവൻ നശിച്ചു പോയി. എന്തുകൊണ്ടാണ് ഇതുപോലെ ലോകം വ്യത്യസ്തമായ ആശയങ്ങളുടെ പേരിൽ ഇതുപോലെ യുദ്ധം ചെയ്ത് സ്വയം ഒടുങ്ങിപ്പോകുന്നത്? അതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. മനുഷ്യരോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. നിരന്തരമായ പകയും വിദ്വേഷവും വെറുപ്പുമാണ് മനുഷ്യനെ ഇപ്പോൾ നയിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ, വ്യത്യസ്തമായ രാഷ്ട്രങ്ങളിലെല്ലാം യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ കെട്ടി ഉയർത്തിയ ഈ സൗധങ്ങൾ മുഴുവൻ ബോംബും ഡ്രോണും മിസൈലും വീണ് നശിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഈ ലോകത്തിന് വന്നുയർന്നത്? സ്നേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രസക്തി അതാണ്. യേശു പഠിപ്പിച്ചു, നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സഹോദരീ സഹോദരന്മാരാണ്. നിങ്ങളുടെ പിതാവാണ് നിങ്ങളുടെ ദൈവം. അങ്ങനെയാണെങ്കിൽ മനുഷ്യവർഗം മുഴുവൻ ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളാണെങ്കിൽ മക്കളുടെ അവകാശവും നമുക്കുണ്ട്. ഇതാണ് യേശു പഠിപ്പിച്ചത്. എല്ലാവരോടും ക്ഷമിക്കാനാണ് യേശു പഠിപ്പിച്ചത്. എല്ലാവരെയും സ്നേഹിക്കാനാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. ഇന്ന് പലരും ഭയത്തിലാണ് ജീവിക്കുന്നത്. വളരെ ഭയത്തോടു കൂടിയിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ ഈ ഇന്ത്യയിലാണെങ്കിലും ഈ കേരളത്തിലാണെങ്കിലും എന്തെല്ലാം സങ്കീർണമായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേരളത്തിലെ 10, 60, 80 വർഷങ്ങൾക്ക് മുമ്പ് വളരെ സാമ്പത്തികമൊക്കെ പുരോഗതി കുറഞ്ഞ നാട്ടുപ്രദേശങ്ങളിലെ ഓലപ്പുരകളും കട്ടപ്പുരകളും അവിടെയും ഇവിടെയൊക്കെ ഓടിട്ട വീടുകളും മാത്രമായി കണ്ട ഒരു കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങൾ ഉണ്ടായിരുന്നു. വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട് ഭരിച്ച് ഒരുപാട് വികസനങ്ങൾ നമ്മുടെ രാജ്യത്ത് വന്നുയർന്നതിന് ഫലമായി ഒരുപാട് വിദ്യാഭ്യാസ പുരോഗതിയും സാമ്പത്തിക പുരോഗതിയും വ്യാവസായിക പുരോഗതിയും ഒക്കെ നമ്മുടെ ഈ കൊച്ചു കേരളം നേടിയെടുത്തു. നമുക്കറിയാം, 10,000-കണക്കിന് വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ, ധാരാളം യൂണിവേഴ്സിറ്റികൾ, ധാരാളം പത്രങ്ങൾ വായിക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന ഒരു കൊച്ചു കേരളം. നമ്മുടെ നാടിനെ ഒന്നുകൂടി നമ്മൾ വിശേഷിപ്പിച്ചു ദൈവത്തിൻ്റെ സ്വന്തം നാട്.
മലയാളി വളരെ അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു വാക്കാണത്, ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഇങ്ങനെ 10, 60, 80 വർഷങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസത്തിലും സാമ്പത്തികപരമായും സാംസ്കാരികപരമായും ഒരുപാട് പുരോഗതി പ്രാപിച്ച നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്നത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറി നമ്മുടെ ഈ കൊച്ചു കേരളം. ദേശീയ ക്രൈം റെക്കോർഡ്സ് കണക്കനുസരിച്ച് ഒരു ദിവസം 27 ആൾക്കാരാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്ത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവർ. ദൈവം ദാനമായി നൽകിയ വളരെ സുന്ദരമായ ഒരു ജീവിതത്തെ കുറച്ച് നിരാശ വരുമ്പോൾ, സാമ്പത്തികപരമായ ഒരു കടബാധ്യതകൾ വന്നാൽ, കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു രോഗപീഠ വന്നാൽ, കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ഒരു അസാരസ്യങ്ങൾ വന്നാൽ, സ്വന്തം ജീവിത പങ്കാളിയെയും മക്കൾക്കുമെല്ലാം വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ഒരു നാട്ടുകാരുള്ള മനുഷ്യരുള്ള ഒരു സംസ്ഥാനമായി നമ്മുടെ ഈ കേരളം മാറി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേരളം വന്നത്? 10, 60, 80 കൊല്ലക്കാലം വളരെ കുറഞ്ഞ കൂലി മാത്രം കിട്ടിക്കൊണ്ടിരുന്നൊരു കാലം, 8, 10 പേരെ ചെറിയ കുടിലുകളിൽ ജീവിച്ചുകൊണ്ടിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ മാതാപിതാക്കളും പൂർവികരും ഒക്കെ ഈ ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കുന്നത് വളരെ ചെറിയ കൊച്ചു വീടുകളിലാണെന്ന്. പക്ഷേ എത്രമാത്രം രോഗപീഠകളുണ്ടെങ്കിലും, സാമ്പത്തികപരമായി കൈവശത്തിലെ ഒരു ക്യാഷ് പോലും ഇല്ലെങ്കിലും, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും, അവരെല്ലാം ജീവിത പങ്കാളിയെയും മക്കളെയും എല്ലാം അധ്വാനിച്ച് അവരെല്ലാം സ്നേഹിച്ച് മനുഷ്യനും കുടുംബത്തിനും സമൂഹത്തിനും ഉപകാരികളായി വളർത്തിക്കൊണ്ടുവന്ന ഒരു പാരമ്പര്യം നമ്മുടെ ഈ കൊച്ചു കേരളത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ലക്ഷക്കണക്കിന് യുവജനങ്ങൾ ബിരുദവും മാസബിരുദവും ഒക്കെ സ്വന്തമാക്കിയപ്പോൾ, കൂലി 1000, 1500 രൂപയൊക്കെ അധ്വാനിക്കുന്ന തൊഴിലാളിക്ക് വേതനം കിട്ടാൻ തുടങ്ങിയപ്പോൾ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് 50,000, 1 ലക്ഷവും 1.5 ലക്ഷവും 2 ലക്ഷവും ഒക്കെ മാസം വരുമാനം ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ, പഴയ കുടിലുകൾക്കും കട്ടപ്പുരകൾക്കും പകരം വലിയ മണിമേടകൾ സ്വന്തമാക്കി പണി തീർത്തപ്പോൾ, സ്വന്തമായി ഫോണും TV-യും ഫ്രിഡ്ജും AC-യും ഒക്കെ സ്വന്തമാക്കിയപ്പോൾ, 1, 2, 3 കാറുകളൊക്കെ ഓരോരുത്തരുടെ വീട്ടിലെ കാർ ഷെഡുകളിൽ നിരന്നപ്പോൾ, നമ്മുടെ പൂർവികർ ജീവിച്ചതുപോലെ സ്നേഹത്തിലും ത്യാഗത്തിലും സഹനത്തിലും ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തിലും ജീവിക്കാൻ മറന്നുപോയി. ജീവിതത്തിൽ ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് മനുഷ്യർ ജീവിതത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും ആത്മഹത്യ ചെയ്ത് ഒളിച്ചോടുന്നത്? കാരണം അവന് ദൈവത്തിലുള്ള ആഴപ്പെട്ടൊരു വിശ്വാസമില്ല, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനോഭാവമില്ല, ദൈവത്തിനോട് നിത്യവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുള്ള ഒരു ജീവിതമില്ല. അതുകൊണ്ട് അവനെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവൻ ആകെ ഉത്കണ്ഠാകുലനാണ്, ആകെ നിരാശയാണ്. കാരണം അവൻ ആശ്രയിക്കാൻ ആരുമില്ല. അവൻ ഭയം തന്നെ ഭയത്തിൽ അടിമകളായി മാറുകയാണ്. അവൻ കൂട്ടത്തോടെ കുടുംബത്തെ ഒന്നാകെ തീരുമാനിക്കുകയാണ്, നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ പ്രതിസന്ധി മുന്നോട്ട് അതിജീവിക്കാൻ പറ്റുന്നില്ല, നമ്മളെ സഹായിക്കാൻ ആരും വരുന്നില്ല, എന്നാൽ പിന്നെ നമുക്ക് ജീവിതം അവസാനിപ്പിക്കാം. ഇത് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ദിവസം 27 മനുഷ്യർ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 27 ആൾക്കാർ. നമുക്കറിയാം, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ജീവിത പങ്കാളിയാണ്. നമ്മുടെ സ്വന്തം ജീവിതത്തെക്കാളും സ്നേഹിക്കുന്നത് നമ്മുടെ മക്കളോടാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവനേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾക്ക് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്ന ആ രീതിയിൽ ചിന്തിക്കുന്ന മനുഷ്യർ ധാരാളം അങ്ങനെയുള്ള മനുഷ്യരാണ്. നമുക്കറിയാം, 1 ലക്ഷം രൂപ മാസം ശമ്പളം മേടിക്കുന്ന ഒരു കുട്ടി ഒരു 5-6 മാസമേ ആയിട്ടുള്ളൂ. നമുക്കറിയാം, ഒരു പ്രണയിച്ച കാമുകനുമായിട്ട് ഫോണിൽ കൂടി സംസാരിച്ച് റെയിൽ പാളത്തിൽ കൂടി വരിക, നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഉദ്യോഗസ്ഥയായിരുന്നു.
അപ്പോൾ കാമുകനുമായിട്ട് എന്തോ പറഞ്ഞ് പിണങ്ങി, നീ മരിച്ചോളാൻ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ മരിക്കുകയാണെന്നും പറഞ്ഞ് അന്നേരം വന്ന ട്രെയിനിൻ്റെ മുന്നിലേക്ക് വളരെ പെട്ടെന്ന് എടുത്തു ചാടി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ IBയിൽ 1,00,000 രൂപ മാസ ശമ്പളം മേടിക്കുന്ന വിദ്യാസമ്പന്നയായ ഒരു യുവതി ഒരു 5-6 മാസം മുമ്പ് കേരളത്തിൽ നടന്നതാണ്. നമുക്കറിയാം, ശമ്പളമില്ലാത്തവരല്ല, ശമ്പളമുള്ള ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ, സാമ്പത്തിക ശേഷിയുള്ള ബിസിനസ്സുകാർ, ഈ ആത്മഹത്യ ചെയ്യുന്നവരിൽ ഇവരെല്ലാം പെടും. കുടുംബജീവിതത്തിൽ ഒരു അസ്വസ്ഥരം വന്നാൽ, രോഗങ്ങൾ ഏതെങ്കിലും കുടുംബത്തിലെ അങ്ങനത്തെ രോഗികളായി മാറിയാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രസക്തി. നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുള്ള മനുഷ്യരായി മാറണം. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രയാസങ്ങൾ എന്തായിക്കോട്ടെ, സാമ്പത്തിക കടബാധ്യതകളോ രോഗപീഠകളോ, കുടുംബജീവിതത്തിൽ ഏതെങ്കിലും അംഗങ്ങൾ തമ്മിലുള്ള ഒരു അസ്വസ്ഥതയോ സ്നേഹക്കുറവോ എന്തുണ്ടെങ്കിലും അതെല്ലാം നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നിത്യേന പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനായി നമ്മൾ മാറണം. അതാണ് യേശു പഠിപ്പിച്ചത് മനുഷ്യവർഗത്തെ. നിങ്ങൾ നിരന്തരമായി ഇടപെടാതെ പ്രാർത്ഥിക്കാൻ. നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. നമ്മുടെ സമൂഹത്തിലെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ, ക്ലേശങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ജോലിയില്ലാത്ത വിദ്യാഭ്യാസമുള്ള യുവജനങ്ങൾ, രോഗാവസ്ഥയിൽ കടന്നു പോകുന്നവർ, മരണാസന്നനായവർ, നിരാശക്കടിമപ്പെട്ട് നടക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്തരായ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം. അതുപോലെ ദൈവം പറയുന്നു, നിങ്ങളെ ദേഷിക്കുന്നവരെ അവരോട് നിങ്ങൾ ക്ഷമിക്കണം, എല്ലാവരെയും നിങ്ങൾ സ്നേഹിക്കണം, നിങ്ങളെ വെറുക്കുന്നവരെയും നിങ്ങൾ സ്നേഹിക്കണം. അതാണ് യേശു പഠിപ്പിച്ചത്. നിങ്ങളുടെ ശത്രുക്കളോട് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുമെന്നാണ് യേശുക്രിസ്തു ലോകത്തെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആർക്കെങ്കിലും മറ്റു വ്യക്തികളോടോ ഏതെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ 10, 15, 25, 30, 40 വർഷങ്ങൾക്ക് മുമ്പ് നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി മൂലമോ നമ്മളോട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിന് നേരെ ബുദ്ധിമുട്ടുണ്ടാക്കിയവരോടെല്ലാം നിരുപാധികം ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം. യേശുക്രിസ്തുവിൻ്റെ വാക്കതാണ്, നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടും ദൈവം ക്ഷമിക്കും. അതാണ് യേശുക്രിസ്തു പറഞ്ഞത്. ധാരാളം വാഗ്ദാനങ്ങൾ മനുഷ്യവർഗത്തിന് നൽകിയതാണ് യേശുക്രിസ്തു. 2 അതിലധികം ആളുകൾ എൻ്റെ നാമത്തിൽ എവിടെ ഒന്നിച്ചു കൂടുമ്പോഴും അവരുടെ മധ്യേ ഞാനുണ്ടാകുമെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. യുഗാന്ത്യത്തോളം നിങ്ങളുടെ കൂടെ ഞാനുണ്ടാകുമെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. ബൈബിളിൽ ഏകദേശം 360 ഭാഗങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഭയപ്പെടേണ്ട. എന്താണ് ഇത്രമാത്രം ആവർത്തിച്ച് ദൈവത്തിൻ്റെ വാക്കുകൾ? ഭയപ്പെടേണ്ട. കാരണം മനുഷ്യരെല്ലാവരും ഭയപ്പെട്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. വളരെ സുന്ദരമായ ഭൂമി, സുന്ദരമായ മനുഷ്യർ, സുന്ദരമായ സൃഷ്ടികൾ. പക്ഷേ മനുഷ്യർക്ക് പേടിയാണ്, ഭയമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിലെ ആവർത്തിച്ച് 360ഓളം ഭാഗങ്ങളിലെ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അതാണ് യേശു നൽകുന്ന വാഗ്ദാനം. ഭയപ്പെടേണ്ട, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. യെശയ്യാ 41:13 വിശുദ്ധ വചനം ബൈബിളിൽ ഇപ്രകാരം വായിക്കുന്നു, ഭയപ്പെടേണ്ട, നിൻ്റെ കൂടെ ഞാനുണ്ട്, നിൻ്റെ വലതുകരം ഞാൻ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇതാണ് യേശുക്രിസ്തു ലോകത്തെ പഠിപ്പിച്ചത്. അപ്പോൾ എല്ലാവരോടും ക്ഷമിക്കുവാനും നമ്മളെ ഇഷ്ടമില്ലാത്തവരെയോടും നമ്മൾ സ്നേഹിക്കാനും നമ്മളെ വെറുക്കുന്നവരെയും നമ്മൾ സ്നേഹിക്കാനുമാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. യേശു പറയുന്നു, നിങ്ങളിൽ പലരും രോഗികളായിരിക്കുന്നത്
പലരോടും നിങ്ങൾക്ക് ഉള്ളിൽ വെറുപ്പുള്ളത് കൊണ്ടാണെന്ന് പറയുന്നു. എല്ലാവർക്കുമല്ല. നിങ്ങൾ ചിലരെങ്കിലും രോഗികളായി മാറാൻ കാരണം നിങ്ങളുടെ മനസ്സിൽ മറ്റുള്ള മനുഷ്യരോടുള്ള വെറുപ്പും വിദ്വേഷവുമാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഈ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുന്ന നല്ലവരായ കണ്ണൂക്കര ദേശത്ത് താമസിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഇതാണ്: നിങ്ങളെല്ലാവരോടും ക്ഷമിക്കുന്ന മനുഷ്യരായി മാറുക. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധ ജീവിതം നയിക്കുന്നവരായി മാറുക. കണ്ണുകൊണ്ടോ ശരീരം കൊണ്ടോ നാവ് കൊണ്ടോ പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാകുക. നമ്മുടെ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളെ വെറുക്കുന്നവർക്ക് വേണ്ടിയും കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. ക്ഷമിച്ച് പ്രാർത്ഥിക്കുക അവരോട്. ഇതൊക്കെ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ചാർലി കിർക്ക് എന്ന ആ മനുഷ്യൻ്റെ പേര്. ആ മനുഷ്യനെ ഈ കഴിഞ്ഞ മാസം ഒരു 22 വയസ്സുള്ള ഒരു യുവാവ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെടിവെച്ചു കൊന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരാഴ്ച മുമ്പ് ലോകത്തോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ ആ ചെറുപ്പക്കാരനോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞു. യേശു ക്ഷമിക്കാനാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ആ ചെറുപ്പക്കാരനോട് ക്ഷമ കൊടുക്കുകയാണെന്ന് പറഞ്ഞു. നമുക്കറിയാം, ഒറീസയിലെ ഗ്രഹാം സെയിൻസ് എന്ന് പറഞ്ഞ ഒരു മിഷണറി ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയക്കാരനാണ്. 30-35 വർഷക്കാലം ഒറീസ എന്ന സംസ്ഥാനത്ത് വളരെ കുഗ്രാമത്തിൽ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ, കുഷ്ഠരോഗികളായ ജനങ്ങളുടെ ഇടയിൽ, അക്ഷരാഭ്യാസമില്ലാത്ത ഗ്രാമപ്രദേശങ്ങളിൽ, ആദിവാസി മേഖലകളിലെല്ലാം മിഷണറി പ്രവർത്തനവുമായിട്ട്, നമുക്കറിയാം വളരെ സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അവിടെ നിന്ന് ഇന്ത്യയെ വന്ന് ഈ ഒറീസയെ വന്ന് പാവപ്പെട്ട കുഗ്രാമത്തിൽ യേശുക്രിസ്തു പറഞ്ഞത് പ്രകാരം സുവിശേഷ വേലയും കാരുണ്യപ്രവൃത്തികളുമായി ജീവിക്കുകയായിരുന്നു ഗ്രഹാം സെയിൻസ് എന്ന് പറഞ്ഞ മനുഷ്യൻ. ആ ഗ്രഹാം സെയിൻസ് 10-35 വർഷക്കാലം ഒറീസയിൽ ഈ ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം ഒരു ദിവസം ഒരു രാത്രിയിൽ ഈ ഗ്രഹാം സെയിൻസ് ഒരു ജീപ്പിലുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 ആമക്കളുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് തീവ്രവാദികൾ ഓടി വന്ന് പെട്രോൾ ഒഴിച്ച് ഈ ജീപ്പ് കത്തിച്ചു. ഈ ഗ്രഹാം സെയിൻസും ഈ 2 ആമക്കളും ആ ജീപ്പിൽ കത്തിയമർന്നു. അപ്പോൾ ഓസ്ട്രേലിയയിലുണ്ടായിരുന്ന ഗ്രഹാം സെയിൻസിൻ്റെ ജീവിത പങ്കാളി ഭാര്യ പേര് ഗ്ലാഡീസ് എന്നാണ്. നമുക്കറിയാം, ഈ ഗ്ലാഡീസ് അന്നേരം ലോകത്തിനോട് പറഞ്ഞത്, എൻ്റെ ഭർത്താവിൻ്റെ ഘാതകനായ ആ മനുഷ്യനോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞു. ലോകം വളരെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഇത് കേട്ടത്. നമുക്കറിയാം, നമ്മളെപ്പറ്റി ആരെന്തെങ്കിലും പറഞ്ഞു എന്ത് കേട്ടാൽ പോലും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു ചെറിയ ദ്രോഹം നമ്മളോട് ആരെങ്കിലും ചെയ്താൽ നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വന്തം ഭർത്താവിനെയും 2 ആമക്കളെയൊക്കെ ജീപ്പിലിട്ട് ചുട്ടുകൊന്നപ്പോൾ നിരുപാധികം ഞാൻ ആ തീവ്രവാദി ചെറുപ്പക്കാരനോട് ക്ഷമിക്കുകയാണെന്ന് ഗ്ലാഡീസ് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു. അവരെ എല്ലാം ക്ഷമിക്കാൻ പ്രചോദിപ്പിച്ച കാര്യം യേശുക്രിസ്തുവിൻ്റെ ഈ പ്രബോധനങ്ങളാണ്. നമുക്കറിയാം, യേശുക്രിസ്തുവിനെ പടയാളികൾ കുരിശിൽ തറച്ചപ്പോൾ അന്നേരവും യേശുക്രിസ്തു പ്രാർത്ഥിച്ചു. നമുക്കറിയാം, വേദനിക്കുന്ന സഹനത്തോട് കടന്നു പോകുന്നവർക്കും അറിയാം, പ്രസംഗിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാം. പക്ഷേ യേശുക്രിസ്തു കുരിശിൽ കിടക്കുമ്പോഴും ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് ഇവർക്കറിയത്തില്ല. ഇവരോടും ഇവരുടെ മക്കളോടും ക്ഷമിക്കണമേ എന്ന് കുരിശിൽ കിടന്ന് മരണപ്രാണത്തോടുകൂടി ജീവൻ പിടയുന്നതിന് മുമ്പും യേശുക്രിസ്തു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ലോകം കേട്ടത്. അവരോട് ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത്. നമുക്കറിയാം, ധാരാളം ആൾക്കാർ പ്രസംഗിക്കും. പക്ഷേ സ്വന്തം ജീവിതത്തിൽ അങ്ങനത്തെ ഒരു പ്രയാസമോ പ്രതിസന്ധിയോ വരുമ്പോൾ ഈ പ്രസംഗിച്ച ആ പാഠങ്ങളെല്ലാം മറന്നുപോകുന്ന ഒരുപാട് പേരെ നമ്മൾ
കേട്ടിട്ടും കണ്ടിട്ടുമുണ്ട്. പക്ഷേ യേശുക്രിസ്തു അങ്ങനെയല്ല. കുരിശിൽ തറച്ച് കൊന്നവരോട് പീഡകൾ സഹിക്കുമ്പോഴും അവർക്ക് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരു യേശുക്രിസ്തുവാണ്. അതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്നവരോട് മാത്രമല്ല യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, നമ്മളെ ദ്വേഷിക്കുന്നവരെയും നമ്മളെ ശത്രുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനാണ് യേശുക്രിസ്തു ആഹ്വാനം ചെയ്തത്. നമ്മളെ നിരന്തരമായി ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനാണ് യേശുക്രിസ്തു ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ചുറ്റുവട്ടത്തും വേദനയും സങ്കടവും അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ. അതുമാത്രം പോരാ, നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ്, സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാർ, രാഷ്ട്ര നേതാക്കന്മാർ, ഇവർക്ക് വേണ്ടിയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണാധികാരികളുടെ എടുത്തു ചാടിയുള്ള ചില പ്രവർത്തനങ്ങളാണ് ഈ ലോകത്തിൻ്റെ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതിൻ്റെ അനന്തരഫലമാണ് മനുഷ്യവർഗം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന മോഡിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അമേരിക്ക ഭരിക്കുന്ന ട്രംപിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, റഷ്യ ഭരിക്കുന്ന വ്ളാഡിമിർ പുടിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, യുക്രൈൻ ഭരിക്കുന്ന സെലൻസ്കിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഭരണം നടത്തുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് ജ്ഞാനം കിട്ടാൻ, അവർ ദൈവസ്നേഹം കൊണ്ട് അവർ നിറയണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. തങ്ങളുടെ നാട്ടിലുള്ള മനുഷ്യരെ സ്നേഹിക്കുവാൻ, അവൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കുവാൻ, സ്വന്തം രാജ്യത്തെയും അയൽവക്കത്തുള്ള രാജ്യങ്ങളെയും ജനതയെയൊക്കെ സ്നേഹിക്കുന്ന ഒരു ഭരണാധികാരിയായി മാറാൻ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ സംഘർഷങ്ങൾ കുറയും, എല്ലാ കുടുംബങ്ങളിലും ഐശ്വര്യ സമൃദ്ധമായി മാറും. അങ്ങനെ ദൈവസ്നേഹം കൊണ്ട് നിറയുന്ന പ്രാർത്ഥിക്കുന്ന മനുഷ്യരുള്ള ഒരു നാടായി നമുക്ക് മാറാം. എന്നെ കേൾക്കുന്നവരായ നല്ലവരായ സഹോദരി സഹോദരന്മാരെ, ഇതുമാത്രമേ പറയാനുള്ളൂ. നിങ്ങളെല്ലാവരും ക്ഷമിക്കുന്ന മനുഷ്യരായി മാറുക, എല്ലാവരെയും സ്നേഹിക്കുന്ന മനുഷ്യരായി മാറുക. മനസ്സിലുള്ള വെറുപ്പും വിദ്വേഷവും എല്ലാം ക്ഷമിക്കുക, എല്ലാവരോടും ക്ഷമിക്കുക. നമ്മളെ വെറുക്കുന്നവരോടും നമ്മളെ ദ്വേഷിക്കുന്നവരോടും എല്ലാം നിരുപാധികം ക്ഷമിച്ച് ക്ഷമയുള്ള ഒരു മനുഷ്യരായി നമ്മൾ മാറുക, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യരായി മാറുക. ഏത് ജീവിതത്തിലെ പ്രയാസങ്ങളോ എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്നുള്ള ഒരു ഉറച്ച ദൈവത്തിലുള്ളൊരു വിശ്വാസം, ദൈവത്തിലുള്ളൊരു ആശ്രയം, ഈ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും നമ്മുടെ സംസ്ഥാനവും രാഷ്ട്രവും ലോകരാജ്യങ്ങൾ മുഴുവൻ സമാധാനത്തിലേക്ക് പോകും. ദൈവത്തിന് അങ്ങനെയുള്ള ഒരു സ്വർഗരാജ്യം ഉണ്ടാക്കുവാൻ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. അതുകൊണ്ട് നിങ്ങൾ ഏത് ഭയത്തിൻ്റെ ഉടമകളാണെങ്കിലും നിങ്ങളുടെ ജീവിതം മുഴുവൻ യേശുവിൽ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ദൈവസന്നിധിയിലെ സമർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ ദൈവമായി സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യരായി നമ്മൾ മാറുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കേരളത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ആത്മഹത്യ എന്ന ദുഷ്പേരിൽ നിന്നും നമ്മുടെ നാടിനെ നമുക്ക് മോചിപ്പിക്കാം. അങ്ങനെ ഇത് മാത്രം ഈ ഒരു സായാഹ്ന ബൈബിൾ സുവിശേഷ ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തുതി.